വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 12 കോടി രൂപ അനുവദിച്ചു. ഹോസ്പിറ്റൽ, RP ബ്ലോക്ക്, കാഷ്വാലിറ്റി ബ്ലോക്ക് എന്നിവയ്ക്കാണ് 12 കോടി അനുവദിച്ചത്. ചെർപ്പളശ്ശേരി നഗരസഭ PMAY ലൈഫ് ഭവന അഴിമതി ആരോപണത്തിൽ വിജിലൻസ് നടപടികൾ ആരംഭിച്ചു. പരാതിക്കാരനായ നഗരസഭാ കൗൺസിലർ ഷാജി പാറക്കലിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. പാലക്കാട് ഗുരുവായൂർ പാതയിലെ വാടനാംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക്. സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുള്ളവർ 30-നകം അധികൃതരെ അറിയിക്കണം. പെരിന്തൽമണ്ണ നഗരസഭയുടെ രജത ജൂബിലി പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന സാന്ത്വനം അഭയകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചെർപ്പളശ്ശേരി നഗരസഭ PMAY ലൈഫ് ഭവന അഴിമതി ആരോപണത്തിൽ വിജിലൻസ് നടപടികൾ ആരംഭിച്ചു. പരാതിക്കാരനായ നഗരസഭാ കൗൺസിലർ ഷാജി പാറക്കലിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. ചെർപ്പളശ്ശേരി നഗരസഭയിലെ 8ാം വാർഡ് കളത്തിൽക്കുണ്ട് കോളനിയിലെ PMAY ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടുകളുടെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് PK ശശി MLA മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. CPIM കാറൽമണ്ണ ലോക്കൽ സെക്രട്ടറി P. രാമചന്ദ്രനും നഗരസഭാ കൗൺസിലർ ഷാജി പാറക്കലും വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് നടപടികൾ ആരംഭിച്ചത്. പാലക്കാട് യൂണിറ്റിലെ വിജിലൻസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാറിനാണ് ചുമതല. പരാതിക്ക് അടിസ്ഥാനമായ കാരണങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. നിലവിൽ ചെർപ്പളശ്ശേരി നഗരസഭയിലെ 8ാം വാർഡിൽ നടന്നിട്ടുള്ള നടന്നിട്ടുള്ള ക്രമക്കേടുകളും അതുപോലെ തന്നെ ഈ വീടുകൾക്കൊക്കെ അനുവദിച്ച ഫണ്ടുകളുടെ ഒരു വിവരശേഖരണമാണ് നടത്തിയിട്ടുള്ളത്. ഈ പണി പൂർത്തീകരിക്കാത്ത വീടുകൾക്കൊക്കെ 4 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു എന്നാണ് നമ്മുടെ ആക്ഷേപം. ചെർപ്പളശ്ശേരി നഗരസഭയിലെ തന്നെ നമുക്കറിയാം മറ്റ് പല വീടുകളും പണി പൂർത്തീകരിച്ചിട്ട് ഫണ്ട് കൊടുക്കാത്ത അവസ്ഥയിലാണ് ചെർപ്പളശ്ശേരിയിലെ ഈ 8ാം വാർഡിൽ ഒരു പണിയും കഴിയാത്ത വീടുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വിജിലൻസ് ഞാൻ കൊടുത്ത പരാതിയാണ് ഇന്നലെ പരാതിക്കാരനായ എന്നെ വിളിച്ച് മൊഴിയെടുക്കുകയും ഈ വളരെ പരാതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിൽ മൊഴിയായി രേഖപ്പെടുത്തി അത് എന്നെ കൊണ്ട് ഒപ്പിടുകയാണ് ചെയ്തിട്ടുള്ളത്. CCN ചെർപ്പളശ്ശേരി. നാട്ടിൽ ഇനി മുതൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർ ഉണ്ടാകരുത്. ഇതാണ് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ സബ് ഡിവിഷനിലെ നാട്ടുകൽ ജനമൈത്രി പോലീസിന്റെ ലക്ഷ്യം. നാട്ടുകൽ സ്റ്റേഷൻ പരിധിയിലെ ദേശീയപാത 966-ലെ ആര്യമ്പാവിലുള്ള റോയൽ തലശ്ശേരി റെസ്റ്റോറന്റുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോവിഡ് കാലത്ത് സമൂഹത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് കയ്യിൽ പണമില്ലാതെ നടക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ് നാട്ടുകൽ ജനമൈത്രി പോലീസ് ഊട്ടാം വിശക്കുന്നവരെ എന്ന പദ്ധതി ആരംഭിച്ചത്. വിശക്കുന്ന ഏതൊരാൾക്കും ഹോട്ടലിൽ പണം നൽകാതെ ഇഷ്ടമുള്ള ഏതു ഭക്ഷണവും വയറു നിറയെ കഴിക്കാം എന്നതാണ് പ്രത്യേകത. ഇതിന്റെ ചിലവിനുള്ള തുക നാട്ടുകൽ പോലീസ് ഉദ്യോഗസ്ഥർ നൽകും. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വയറ് പോലും ഇനി പട്ടിണി കിടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെ ഈ സ്റ്റേഷൻ പരിധിയിലുള്ള ആര്യമ്പാവ് റോയൽ തലശ്ശേരി ഹോട്ടലുമായി സഹകരിച്ചുകൊണ്ട് ഇന്നു മുതൽ ഇവിടെ ഒരു കൂപ്പൺ സമ്പ്രദായം, അതായത് ഊട്ടാം വിശക്കുന്നവരെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ നടപ്പാക്കുകയാണ്. ഈ ഹോട്ടൽ കാലത്ത് 10:30 മണി മുതൽ രാത്രി 11 മണി വരെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് ഈ ഹോട്ടലിലുള്ള ഏത് ഭക്ഷണവും, അതായത് ഏറ്റവും നല്ലൊരു ഹോട്ടലാണ്, വിവിധ ഇനം ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ വിശക്കുന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഹോട്ടലിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള കൊതിയോടുള്ള ഏത് ഭക്ഷണവും അവരുടെ അവകാശത്തോടു കൂടി ചോദിച്ചു വാങ്ങാനുള്ള ഒരു പദ്ധതിയാണ് ഇത്.
നാട്ടുകൽ SI അനിൽ മാത്യു ആശയം ഹോട്ടൽ ഉടമ പടുവിൽ സമീറിനെ അറിയിച്ചപ്പോൾ ഹോട്ടൽ ജീവനക്കാർക്ക് ടിപ്പായി കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി തുക പദ്ധതിക്കായി നീക്കിവെക്കാനും തയ്യാറായി. ഈ പരിപാടിയിലേക്ക് എൻ്റെ ജോലിക്കാരെ ടിപ്പായി കിട്ടുന്ന ക്യാഷിന്റെ പകുതി സംഭാവന അതിലേക്ക് ചെയ്യാമെന്ന് അറിയിച്ചുള്ളൂ. നാട്ടുകൽ സ്റ്റേഷനിലെ പോലീസുകാർ ആദ്യ തുക ഹോട്ടൽ ഉടമയ്ക്ക് കൈമാറി പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഇതിന്റെ മുന്നേ നാട്ടിലെ SI നമ്മോട് സംസാരിച്ചു. ഒരു കുട്ടികൾക്ക് ടീമുമായി ആവശ്യപ്പെട്ടൊരു കാര്യം സംസാരിച്ചു. ഞാൻ അതിന് സഹകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി സാറ് എന്നോട് ഇങ്ങനൊരു കാര്യം സംസാരിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സഹകരിക്കാം എന്ന് സംഘടിപ്പിച്ചത്. ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ആദ്യമായി നടത്തുന്ന പദ്ധതിയാണ് ഊട്ടാൻ വിശക്കുന്നവരെ എന്നത് എന്ന് നാട്ടുകൽ SI അനിൽ മാത്യു പറഞ്ഞു. ഈ പദ്ധതി ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെയായിരിക്കും നടപ്പാക്കുന്നത്. അത് പ്രത്യേകിച്ച് നാട്ടുകൽ ജനമൈത്രി പോലീസിന് അതിൻ്റെ എല്ലാവിധ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായ ഷമീറിനോട് പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ കൂപ്പൺ സമ്പ്രദായത്തിലേക്ക് ജനങ്ങളുടെ നല്ല മനസ്സുള്ളവർക്ക് എന്തെങ്കിലും സംഭാവന നൽകാൻ കഴിയുന്നവർ സംഭാവന നൽകുക. നാട്ടുകൽ ജനമൈത്രി പോലീസ് ഇത് നേരിട്ട് ഓരോ ആഴ്ചയും നോക്കി ഇതിൻ്റെ പൈസയുടെ വരവ് ചെലവ് കണക്കുകളൊക്കെ നോക്കി വിലയിരുത്തുന്നു. ഈ പദ്ധതിയിലേക്ക് ആർക്കു വേണമെങ്കിലും ചെറിയ തുക നൽകാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. SIP രാമദാസ്, പോലീസുകാരായ EB സജീഷ്, M ഗിരീഷ് കുമാർ, മനോജ് P മാത്യു, VM സക്കീർ, V അൻവർ എന്നിവർക്കാണ് പദ്ധതിയുടെ ചുമതല. കഴിഞ്ഞ തവണ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യവുമായി ബന്ധപ്പെട്ട് നാട്ടുകൽ പോലീസ് ഇടപെട്ടപ്പോൾ ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തു എന്നും തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പുണ്യപ്രവൃത്തിയുമായി നാട്ടുകൽ പോലീസ് സമീപിച്ചതെന്നും വിശക്കുന്നവന്റെ ഒരു ജാൻ വയറു നിറയ്ക്കാൻ പദ്ധതിക്ക് ആവശ്യമായ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാനുള്ള തീരുമാനത്തിൽ ജോലിക്കാരും തയ്യാറായി വന്നതോടെയാണ് ഈ ഉദ്യമം ഏറ്റെടുത്തത് എന്നും ഹോട്ടലുടമ പറഞ്ഞു. CCN ചെത്തല്ലൂർ. ഹത്രാസ് പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കോട്ടോപ്പാടം മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹത്രാസ് പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കോട്ടോപ്പാടം മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി P അഹമ്മദ് അഷ്റഫ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് A ദീപ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് V പ്രീത മുഖ്യപ്രഭാഷണം നടത്തി. 19 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് സാക്ഷി വെളിപ്പെടുത്താതിരിക്കാൻ അവളുടെ നാവ് പിഴുതെടുത്ത് ചുട്ടരിച്ചു കൊന്നിട്ടുള്ള പോലീസ്, ആ പോലീസിന്റെ ആ സർക്കാരിന്റെയും നെറികെട്ട രാഷ്ട്രീയം ഭരണം ഞങ്ങൾ തുറന്നു കാട്ടുവാനാണ് ഇങ്ങനെയുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നത്. കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നല്ലൊരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ രമേശ് ചെന്നിത്തല വളരെ നന്നായി ജനങ്ങൾക്ക് മുന്നിൽ ഇത് തുറന്നു കാട്ടുവാൻ വേണ്ടിയിട്ട് എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നേതാക്കളായ A അസൈനാർ, KG ബാബു, ഉമ്മർ മനച്ചിത്തൊടി, TK ഇപ്പു, ശാന്തമ്മ, ഷീബ, ദേവകി തുടങ്ങിയവർ പങ്കെടുത്തു. കാഴ്ചയില്ലായ്മയുടെ പരിധിയിലും വിജയം കൈവരിച്ചിരിക്കുകയാണ് വല്ലപ്പുഴ സ്വദേശി CT നാഫിയ. MA ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ് നാഫിയ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് സെം റിസൾട്ട് വന്നപ്പോഴും റിസൾട്ട് എല്ലാവർക്കും ഫസ്റ്റ് വിട്ടത് നാഫിയാണ്. അപ്പോൾ എല്ലാം സെർച്ച് ചെയ്ത് ആദ്യം കണ്ടെത്തി ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നത് നാഫിയാണ്. നാഫിക്ക് നിരവധി പരിമിതികളുണ്ട്, പക്ഷേ നാഫി ഞങ്ങളുടെ മുകളിലാണ്. അന്ധകാരത്തിന്റെ പുകമറയിലും അകക്കണ്ണുകളിൽ സൂര്യപ്രഭ ചൊരിഞ്ഞ് വിജയത്തിന്റെ കൊടുമുടി കീഴടക്കി വല്ലപ്പുഴ സ്വദേശിനി CT നാഫിയ. MA ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയത് വിധിയുടെ അഗ്നിപർവ്വതങ്ങളെ നിഷ്പ്രഭമാക്കിയാണ്. മണ്ണാർക്കാട് MES കല്ലടി കോളേജ് വിദ്യാർത്ഥിനിയായ നാഫിയ തന്റെ സുദൃഢമായ ഇച്ഛാശക്തിയിലൂടെയാണ് അന്ധതയുടെ പരിമിതികളെ വെല്ലുവിളിച്ച് വിജയക്കൊടി നാട്ടിയത്. വല്ലപ്പുഴ ചെട്ടിത്തൊടി വീട്ടിൽ മുസ്തഫ നസീമ ദമ്പതികളുടെ മകളായ നാഫിയ കൊളത്തറ അന്ധവിദ്യാലയത്തിലാണ് തന്റെ +2 വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത്. തുടർന്ന് ഫറൂഖ് കോളേജിലെ ബിരുദ പഠനം ഇസ്ലാമിക ചരിത്ര പഠനത്തിലേക്കുള്ള വഴിത്തിരിവായി മാറി.
ഇക്കാലയളവിൽ ഒറ്റപ്പെടലിന്റെ കയ്പുനീര് ഒരുപാട് അനുഭവിച്ചെങ്കിലും ദീർഘവീക്ഷണമുള്ള മാതാപിതാക്കൾ തന്റെ സങ്കടത്തെ അവഗണിച്ചത് അനുഗ്രഹമായതായി നാഫിയ സാക്ഷ്യപ്പെടുത്തുന്നു. 1ാം ക്ലാസ് മുതൽ കോളേജ് ലൈഫ് വരെ എന്റെ കൂടെ എന്നെ പോലത്തെ കുട്ടികൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എൻജോയ് ചെയ്ത് നടന്നു. ഇവിടേക്ക് വരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂല്ലോ ഈ കോളേജിൽ. കൊണ്ടുവിടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പോണില്ല എന്ന് കുറേ പറഞ്ഞ് അവർ എൻ്റെ സങ്കടങ്ങളെ അവഗണിച്ചു. ഓരോ അച്ചീവ്മെൻറ്റ്സിൻ്റെയും പിന്നിൽ എൻ്റെ ഫാമിലിയാണ്, മാതാപിതാക്കളുടെ ഒരു കരങ്ങളാണ്. ഹോസ്റ്റൽ ജീവിതത്തിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അവർ അവഗണിച്ചുകൊണ്ട് വിഷമങ്ങൾക്കൊക്കെ നേരെ കണ്ണടച്ചതുകൊണ്ടാണ് ഇന്ന് സൊസൈറ്റിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് കഴിയുന്നത്. അവരെൻ്റെ വേദനകൾ അന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി പോകും ആയിരുന്നു എൻ്റെ ലൈഫ്. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം അധ്യാപികരായാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എങ്ങോട്ട് പോവുകയാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊണ്ടുപോകും. MES കോളേജിലെ ബിരുദാനന്തര പഠനമാണ് ജീവിതത്തിലേക്കുള്ള വഴിത്തിരിവെന്നും നാഫിയ പറഞ്ഞു. ഇതിന് പ്രാപ്തമായത് സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും അതീവ കരുതലാണ്. പരിമിതികളെ നിഷ്പ്രഭമാക്കി അതിശയകരമായ പഠനരീതിയാണ് നാഫിയയുടേത്. ക്ലാസുകൾ കൃത്യമായി മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് പല ആവൃത്തി ഹൃദ്യസ്ഥമാക്കുകയാണ് പതിവ്. സിസ്റ്റേഴ്സ് ആയാലും ബ്രദേഴ്സ് ആയാലും ഇവരൊക്കെ ഭയങ്കര ഹെൽപ്പാണ്. സാറുമാർ ക്ലാസ് എടുക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുക ചെയ്യാറ്. PG ഡിഗ്രിക്ക് പോകുമ്പോൾ റെഫറൻസ് ബുക്കൊക്കെ കുറവായിരിക്കും, അപ്പോൾ റെഫർ ചെയ്തിട്ടാണ് പഠിക്കാറ്. സിസ്റ്റേഴ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് തന്നിട്ടാണ്. അതേപോലെ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഒരുപാട് കഷ്ടപ്പെട്ട്. പക്ഷേ ഒരിക്കലും ഞാൻ റാങ്ക് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനായി ശബ്ദശ്രവണങ്ങളുടെ പിൻബലത്തോടെ നാഫിയ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. മൊബൈൽ ഫോണിൽ ചലിപ്പിക്കുന്ന വിരലുകളിൽ സാധാരണഗതിയേക്കാൾ അതിവേഗത്തിൽ പാഠ്യഭാഗങ്ങൾ ഉൾപ്പെടെ സന്ദേശവിനിമയങ്ങൾ നടത്തുന്നത് വിധിയെപ്പോലും അതിശയിപ്പിച്ചാണ്. എല്ലാ വിഷയങ്ങളിലും തികഞ്ഞ അവഗാഹമുള്ള നാഫിയ തങ്ങൾക്ക് സംശയ നിവാരണത്തിനുള്ള സ്രോതസ് കൂടിയാണെന്ന് സദാ സഹചാരികളായ സുഹൃത്തുക്കൾ പറയുന്നു. നല്ല ആക്റ്റീവാണ്. അധ്യാപകർ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും അവൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ കഴിയും. ഭയങ്കര കുസൃതിയാണ്. ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും അവൾ അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളൊന്നല്ല. ഞങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ നാഫിയനോട് ചോദിച്ചാൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഒരു സെന്റൻസിൽ പറയേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ച് പറയുന്ന ഒരു കുട്ടിയാണ് നാഫി. ഞങ്ങളെല്ലാ റാങ്കിൻ്റെയും പിന്നിൽ ഒരു രഹസ്യമെന്ന് പറയുന്നത് നാഫി തന്നെയാണ്. എല്ലാ വിഷയത്തെക്കുറിച്ചും എല്ലാവരും ഒരു വാക്കിൽ ഒതുക്കേണ്ട കാര്യങ്ങൾ വ്യത്യസ്തമായ തലങ്ങളിൽ പഠിക്കുകയും ഒരു പരന്ന വായനയിലൂടെ വിദ്യാർത്ഥികളെ എല്ലാവരും കൂട്ടിപ്പിടിച്ച് എല്ലാവർക്കും ആൻസർ പറഞ്ഞെന്ന് എല്ലാവരെയും വിജയത്തിലേക്ക് എത്തിക്കണം എന്നൊരു മനോഭാവത്തിലുള്ള ഒരു കുട്ടിയാണ് നാഫിയ. ഞങ്ങൾ എത്താത്തോടത്തും കൂടി അവൾ എത്തിയിട്ടുണ്ടാവും പഠനകാര്യത്തിൽ. എല്ലാ കുസൃതികൾക്കും ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും അവിടെ ധൈര്യമായിട്ട് വരും. നിങ്ങളില്ല എന്നെ നോക്കാൻ, എനിക്ക് 2 കണ്ണുകളിൽ ഇല്ലെങ്കിൽ എന്താ, നിങ്ങളുടെ ഓരോ കണ്ണുകളും ഇല്ലേ എന്നെ നോക്കാൻ എന്നുള്ളതാണ് അവൾ പറയുക. എവിടെ പോവുകയാണെങ്കിലും പറയും ഞാനുണ്ട്. വിഭിന്നശേഷി എന്ന സർക്കാർ നാമകരണത്തെ അന്വർത്ഥമാക്കി അസാധാരണ പാഠവമാണ് നാഫിയയ്ക്കുള്ളതെന്ന് അധ്യാപകരായ സൈനുൽ ആബിദ്, ഷിഹാബ് എന്നിവർ പറയുന്നു. ആ ഒരു വിഭിന്ന ശേഷി അത് വലിയ ഒരു ശേഷിയാണ്. മറ്റുള്ള വിദ്യാർത്ഥികളെക്കാൾ തനിക്ക് കഴിവുണ്ട് എന്ന് ഈ റാങ്കിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നാഫിയ വളരെ വലിയ ഒരു നേട്ടമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. നാഫിയ തുടക്കം മുതലേ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു വിദ്യാർത്ഥിനി കൂടിയാണ്. എല്ലാ പരീക്ഷകളിലും നല്ല മാർക്ക് നേടുമ്പോൾ തന്നെ റാങ്ക് പ്രതീക്ഷ വെച്ചു പുലർത്തിയതാണ്. അത് നാഫിയ അനായാസം നേടിയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാധാരണ ഇപ്പോൾ നമ്മൾ അവർക്ക് കോച്ചിങ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പ്രത്യേകമായി നെറ്റിനും മറ്റുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നാഫി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് നോട്ട് അവളുടേതായ ഒരു ഇതിലാണ് എഴുതിയെടുക്കുക. ബ്രൈൽ ലിപി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ഇത് പിന്നീട് നമ്മൾ ക്ലാസ് പോകുമ്പോൾ നമ്മളില്ലാത്ത സമയത്ത് ഇവൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റു കുട്ടികൾക്ക് ഇവളിത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അവർക്ക് നെറ്റ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അത് JRF ആയി. ഇപ്പോൾ അത് റാങ്കും കൂടി കിട്ടിയിരിക്കുന്നു. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. കോളേജിന് വലിയ നേട്ടമാണ് നാഫിയയിലൂടെ ഉണ്ടായത്. സഹപാഠികൾക്ക് പോലും അധ്യാപികയായി മാറുന്ന അത്ഭുതങ്ങളാണ് നാഫിയ പ്രകടിപ്പിക്കാറുള്ളതെന്നും അനുഭവം പങ്കുവച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിന് രാജ്യത്ത് നൽകി വരുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പ് UGC ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടിയിട്ടുള്ള നാഫിയയ്ക്ക് തന്റെ ഭാവി ജീവിതം അധ്യാപനത്തിലൂടെയുള്ള പഠനമാക്കണമെന്നാണ് ലക്ഷ്യം. ഇതേസമയം കഷ്ടപ്പാടുകളുടെയും യാതനകളുടെയും കയ്പുനീരിൽ നിന്ന് കരകയറി മകളുടെ വിജയത്തിൽ നിർവൃതി കൊള്ളുന്ന മാതാവിന് മകളുടെ മംഗല്യമെന്ന ഉത്തരവാദിത്തം മാത്രമാണ് പ്രാർത്ഥനയായിട്ടുള്ളത്.
ഒരുപാട് വിഷമം സഹിച്ചു. 1-ാം ക്ലാസ്സിൽ ചേർത്തുമ്പോൾ 5 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചേർത്തി ഹോസ്റ്റലിൽ നിർത്തി. എന്തായാലും അള്ളാഹു ഞങ്ങളെ കൈവിട്ടില്ല. ഒരുപാട് യാതനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അവിടെ കൊണ്ടാക്കി പോരുന്നതിനും അവിടെ നിർത്തി ഞങ്ങൾ തിരിച്ചു പോരുന്നതിനും ഞങ്ങളും വീട്ടിലുള്ളവരും യാത്ര ചെയ്യുമ്പോൾ ബസ്സിലുള്ളവരടക്കം ഞങ്ങളെ കരച്ചിലുണ്ട്. അവളുണ്ടായതിന് ശേഷം ഞങ്ങൾ സന്തോഷിക്കുന്നത് അവൾക്ക് JRF കിട്ടിയപ്പോഴാണ്. അതിൻ്റെ ശേഷം ഇപ്പോൾ ഈ റാങ്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അവളെ ഒരു കല്യാണം കൂടി ഒന്ന് ആയി കാണാൻ ഭയങ്കര മോഹമുണ്ട്. അതുകൂടി ഒന്ന് ശരിയായി കിട്ടിയാൽ മതി ഞങ്ങളുടെ ജീവിതത്തിൽ. സ്വന്തം പരിമിതികളെ തന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുകുത്തിച്ച് വിജയചരിത്രങ്ങൾ പിന്നിടുന്ന നാഫിയ ഉള്ളിരുട്ടിൽ നിന്നാണ് സമൂഹത്തിന് പ്രചോദനത്തിനായി വെളിച്ചം വീശുന്നത്. അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. എന്നിരുന്നാലും ഏറെക്കാലത്തെ ജനങ്ങളുടെ ആവശ്യത്തിന് പരിഹാരമായി. തൂത ടൗണിലെ തകരാറിലായ റോഡ് ജനകീയ കൂട്ടായ്മയാണ് ഗതാഗത യോഗ്യമാക്കിയത്. MLA ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ഉപയോഗിച്ച് നവീകരിച്ച പാത മാസങ്ങൾ കൊണ്ടാണ് തകർന്നത്. അധികാരികളുടെ അനാസ്ഥ മൂലവും നിർമ്മാണ പിഴവ് മൂലവും തകരാറിലായ ഇവിടം വാഹനാപകടങ്ങൾ കൂടി വരുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രവൃത്തിയാണ്. നാട്ടുകാർക്കും ഈ വണ്ടിക്കാർക്കും നല്ല സൗകര്യമാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. ഞങ്ങൾക്ക് നല്ലൊരു ഡ്രൈവർമാർക്ക് നല്ലൊരു വണ്ടിക്കാർക്ക് നല്ലൊരു ഉപകാരമായി തീർന്നിരുന്നത്. ഇത് നമ്മുടെ നാട്ടുകാരോട് എല്ലാവരും നന്ദി പറയുന്നു. ഞങ്ങളിങ്ങനെ വണ്ടി കൊണ്ട് ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ആക്സിഡൻ്റൊക്കെ ആയിരുന്നു. ഈ കുണ്ട് കാരണം വണ്ടികൾ ബൈക്കുകളൊക്കെ മറിഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇത് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് തന്നെ നല്ലൊരു ഉപകാരമായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കുന്നു ചെയ്തതിന്. അധികാരികൾ കണ്ണടയ്ക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ ചേർന്ന് റോഡ് മണ്ണും കോറി വേസ്റ്റുകളും ഉപയോഗിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. പെരിന്തൽമണ്ണ തൂത റോഡിലെ തൂത ജംഗ്ഷനിലെ 1.5-2 വർഷത്തിന് അകം സർക്കാരിൻ്റെ തൂത വികസന പദ്ധതി രൂപീകരിച്ച് 30-35 ലക്ഷത്തോളം രൂപ ഫണ്ട് ചെലവാക്കി നിർമ്മിച്ച ഈ റോഡിൽ ഈ 1.5-2 വർഷക്കാലം കൊണ്ട് 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനൊരു വർക്ക് നടത്തുന്നത്. PWD ഓഫീസർമാരുടെ അനാസ്ഥ കൊണ്ടും അവരുടെ കെടുകാര്യസ്ഥത കൊണ്ടും സംഭവിച്ച ഈ ദുഷ്പ്രവൃത്തി ഇത് പ്രതികരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ, നല്ലവരായ ജനങ്ങൾ ഇവിടെ ആക്സിഡൻറ്റ് ദിനേന അവരുടെ കൺമുന്നിൽ കണ്ടുകൊണ്ട് അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ഈ സൽപ്രവൃത്തിയെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. നിലവിലെ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ മുന്നോട്ട് വന്ന നാട്ടുകാരുടെ ഇത്തരം സൽപ്രവർത്തനങ്ങളോട് നന്ദി പറഞ്ഞെത്തിയിരിക്കുകയാണ് ഡ്രൈവർമാർ. CCN പെരിന്തൽമണ്ണ. 1000 SC/ST കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകേണ്ട 400 കോടി രൂപ ചെലവഴിക്കാതെ ഇടതു സർക്കാർ പട്ടിക വിഭാഗ വകുപ്പ് തന്നെ ഇല്ലാതാക്കിയതായി AP അനിൽകുമാർ MLA ആരോപണം. ഭാരതീയ ദളിത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതു സർക്കാരിന്റെ മുൻ മുഖ്യമന്ത്രിമാരെ പോലും ലജ്ജിപ്പിക്കുന്ന ഭരണമാണ് പിണറായി സർക്കാരിന്റേതെന്ന് MLA AP അനിൽകുമാർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പ്രകാശൻ കാലടി അധ്യക്ഷത വഹിച്ചു. സമാപന പരിപാടി DCC പ്രസിഡന്റ് VV പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PC വേലായുധൻകുട്ടി, ശശി മങ്കട, ശിവദാസൻ ഉള്ളാട്ട, NC ദാസൻ, മനോജ് വലിയാട് സോമൻ, ഗാന്ധിക്കുന്ന്, MC ശങ്കരൻ, ഷീന അയ്യാടൻ, ദിനേശൻ മണ്ണാർമല തുടങ്ങിയവർ സംസാരിച്ചു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ താലൂക്ക് മൃഗാശുപത്രിയിൽ ഇനി 24 മണിക്കൂർ ചികിത്സ. സംസ്ഥാനത്തെ 31 മൃഗാശുപത്രികളിൽ ഒക്ടോബർ 16 മുതൽ 24 മണിക്കൂർ മൃഗചികിത്സയ്ക്കുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ മൃഗാശുപത്രിയും സമയം വർദ്ധിപ്പിച്ചത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 വരെ മാത്രം ലഭിച്ചിരുന്ന ചികിത്സാ സൗകര്യം 24 മണിക്കൂറായി വർദ്ധിപ്പിക്കുന്നത് താലൂക്ക് പരിധിയിലെ കർഷകർക്ക് ഏറെ സഹായകരമാകും. 3 ഷിഫ്റ്റുകളിലായാണ് ഇനി ആശുപത്രി പ്രവർത്തിക്കുക. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുള്ള ആദ്യ ഷിഫ്റ്റിൽ ഒരു ഡോക്ടർ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, അറ്റൻഡർ, പാർട്ട് ടൈം സ്വീപ്പർ അടക്കം 4 പേരുടെ സേവനം ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയുള്ള 2ാം ഷിഫ്റ്റിലും രാത്രി 8 മുതൽ പിറ്റേ ദിവസം രാവിലെ 8 വരെയുള്ള 3ാം ഷിഫ്റ്റിലും ഒരു ഡോക്ടർ, ഒരു അറ്റൻഡർ വീതം സേവനമനുഷ്ഠിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഒരു സീനിയർ വെറ്റിനറി സർജൻ, ഒരു ക്ലർക്ക്, ഒരു ലാബ് ടെക്നീഷ്യൻ എന്നിവരും വിവിധ ചുമതലകൾ നിർവഹിക്കാനായി ഉണ്ടാക്കും. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 12 കോടി രൂപ അനുവദിച്ചു. ഹോസ്പിറ്റൽ, OP ബ്ലോക്ക്, കാഷ്വാലിറ്റി ബ്ലോക്ക് എന്നിവയ്ക്കാണ് 12 കോടി അനുവദിച്ചത്.
കെട്ടിട നിർമ്മാണത്തിന് 5.09 കോടി, വെള്ളവിതരണത്തിനും സാനിറ്റേഷനും 65 ലക്ഷം, വൈദ്യുതീകരണത്തിന് 1.16 കോടി, അഗ്നിരക്ഷാ സംവിധാനത്തിന് 50 ലക്ഷം, ലിഫ്റ്റ് 42 ലക്ഷം, ELV ജോലികൾ 28 ലക്ഷം, ശുദ്ധജല സംഭരണികൾ, സെപ്റ്റി ടാങ്ക് എന്നിവയ്ക്ക് 49 ലക്ഷം, അനുബന്ധ ജോലികൾക്കായി 21 ലക്ഷം, ഫർണിച്ചറുകളും ഉപകരണങ്ങളും വാങ്ങുന്നതിന് 2.64 കോടി, മെഡിക്കൽ ഗ്യാസ് എന്നിങ്ങനെയായി 12 കോടിയോളം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആശുപത്രിയിൽ 1978 സ്റ്റാഫ് പാറ്റേൺ ആണ് തുടരുന്നത്. നിലവിൽ ജീവനക്കാരുടെ കുറവുള്ള ആശുപത്രിയിൽ ഇതോടെ ജീവനക്കാരുടെ കുറവും നികത്താനാകും. കിഫ്ബി പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ഹോസ്പിറ്റൽ നഗരമായ പെരിന്തൽമണ്ണയിലെ ജില്ലാ ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറും. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയുടെ രജത ജൂബിലി പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന സാന്ത്വനം അഭയകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഭവന സമുച്ചയം 400 വരുന്ന ഗുണഭോക്താക്കൾക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് കാലമായി കാത്തിരുന്ന കുടിവെള്ളം, അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങളുടെ സമ്പൂർണമായ നവീകരണം, വിദ്യാഭ്യാസ മേഖലയിലാണ് ആരോഗ്യ രംഗത്ത് അലോപ്പതിയും ആയുർവേദത്തിൽ നടത്തിയാണ് ആയുർവേദത്തിന്റെ ഹോസ്പിറ്റൽ കെട്ടിടം. അവിടെ ഒരു ഗവേഷണ പഠനം ഇന്ന് കേരളത്തിന്റെ ബ്രേക്കിംഗ് വന്ന് ഗവേഷണ സ്ഥലമായിട്ട് ഗ്രാൻമ എന്ന കുടുംബശ്രീ സംരംഭക ഗ്രൂപ്പിനാണ് അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല. അതോടൊപ്പം പ്രദേശവാസികളും പൊതുജീവകാരുണ്യ പ്രവർത്തകരുമടങ്ങുന്ന അഭയകേന്ദ്രം വെൽഫെയർ കമ്മിറ്റിയും ഉടൻ രൂപീകരിക്കും. കേന്ദ്രത്തിൽ നടക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനവും സംഭാവനയും സ്വീകരിച്ചാണ് കേന്ദ്രം പ്രവർത്തിക്കുക. ഉദ്ഘാടന ശിലാഫലകം നഗരസഭാ ചെയർമാൻ M. മുഹമ്മദ് സലീം അനാച്ഛാദനം ചെയ്തു. സമൂഹത്തിന്റെ പിന്തുണയും അതുപോലെ തന്നെ സഹജീവികളുടെ എല്ലാ തരത്തിലുമുള്ള ആർദ്രതയിൽ ലഭിക്കേണ്ട ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ആ ആളുകളെ സഹായിക്കുകയും അവർക്ക് വേണ്ടി ഒരു കൃത്യമായ കേന്ദ്രം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിലൂടെ ലക്ഷ്യമുണ്ട്. അപ്പൊ അത് നമുക്ക് അവർക്ക് അത്തരത്തിലൊരു സാന്ത്വന സ്പർശം നൽകുന്ന സമയത്ത് അത് അവർക്ക് ഔദാര്യമായിട്ട് കൊടുക്കാൻ പാടില്ല. അത് അവരുടെ അവകാശമായിട്ട് മാറും. അവർക്ക് അതിന്റെ പേരിൽ മറ്റൊരാളുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. വളരെ കൃത്യമായി അപകർഷതാബോധമില്ലാതെ ഈ ലഭ്യമാകുന്ന സാന്ത്വന പ്രവർത്തനത്തെ ഉപയോഗിക്കാൻ അവർക്ക് കഴിയണം. അത്തരത്തിൽ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സാന്ത്വന കേന്ദ്രം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അരക്കുതാഴെ തളർന്ന 10 ദിവസം ക്യാമ്പിൽ വരുന്ന നിരവധി പേര് ഈ ചടങ്ങിലെത്തേണ്ടതാണ്. ബ്രിട്ടോയുടെ ഛായാചിത്രം ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ അനാച്ഛാദനം ചെയ്തു. മഞ്ഞളാംകുഴിയിലെ MLA അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ നിഷി അനിൽ രാജ് സ്വാഗതം പറഞ്ഞു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരികിഷോർ IAS മുഖ്യാതിഥിയായി. S. ജഹാംഗീർ, സൈമൺ ബ്രിട്ടോയുടെ പത്നി സീന ഭാസ്കർ, സൈമൺ ബ്രിട്ടോയുടെ സഹചാരി കൂരിലോസ് ബിഷപ്പ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. S. അബ്ദുൾ സജീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുനിസിപ്പൽ എഞ്ചിനീയർ N. പ്രസന്നകുമാർ സാങ്കേതിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. മുൻ MLA V. ശശികുമാർ, P. വാസുദേവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KC മൊയ്തീൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KC മൊയ്തീൻകുട്ടി, PT ശോഭന, പത്തത്ത് ആരിഫ്, രതി അല്ലക്കാട്ടിൽ, കീശേരി മുസ്തഫ, പ്രതിപക്ഷ നേതാവ് താമരത്ത് ഉസ്മാൻ, വാർഡ് കൗൺസിലർ ജംന ബിന്ത് എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പാലക്കാട് ഗുരുവായൂർ പാതയിലെ വാടനാംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക്. സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുള്ളവർ 30-നകം അധികൃതരെ അറിയിക്കണം. വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുക്കൽ ഉടൻ പൂർത്തിയാവും. ഇതിനായുള്ള നടപടികൾ വേഗത്തിൽ നടന്നുവരികയാണ്. റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലമേറ്റെടുക്കുന്നതിൽ ആക്ഷേപമുള്ളവർക്ക് അവരുടെ പരാതി അറിയിക്കാനുള്ള അവസരം ഒക്ടോബർ 30-ന് പൂർത്തിയാകുമെന്ന് അറിയിച്ചുകൊണ്ട് സ്പെഷ്യൽ തഹസിൽദാരുടെ ഉത്തരവിറങ്ങി. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഏറ്റെടുക്കേണ്ട സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി അടയാളപ്പെടുത്തിയിരുന്നു. പദ്ധതിക്ക് കിഫ്ബിയുടെ അംഗീകാരം നേരത്തെ ലഭിച്ചിട്ടുണ്ട്. 30.4 കോടി രൂപയുടെ പദ്ധതിക്കാണ് കിഫ്ബിയുടെ അംഗീകാരം.
കഴിഞ്ഞ ഓഗസ്റ്റിൽ പദ്ധതിയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കളക്ടറുടെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച വിദഗ്ധ സമിതി പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. മേൽപ്പാലം നിർമ്മിക്കുമ്പോൾ ഉണ്ടാവുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ പഠിക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശോധനയാണ് അന്ന് നടത്തിയത്. ഇതിനുശേഷം നടപടികൾ വേഗത്തിലാവുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും പിന്നീട് പ്രളയം വന്നതോടെ പദ്ധതി വീണ്ടും നീണ്ടു. സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി കരാർ നടപടികളും കഴിഞ്ഞാൽ മേൽപ്പാലം നിർമ്മാണം തുടങ്ങാനാവും. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈനിൽ മേൽപ്പാലമില്ലാത്ത ചുരുക്കം ഇടങ്ങളിലൊന്നാണ് വാടാനകുറിശി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ പദ്ധതിയുടെ പ്രാരംഭഘട്ടങ്ങൾ തുടങ്ങിയെങ്കിലും നിർമ്മാണം ഇതുവരെയും തുടങ്ങാനായില്ല. പാലക്കാട് ഗുരുവായൂർ പാതയിലെ സുഗമമായ യാത്രയ്ക്ക് വർഷങ്ങളായി തടസ്സം സൃഷ്ടിച്ചാണ് വാടാനകുറിശിയിൽ റെയിൽവേ ഗേറ്റ് ഉള്ളത്. മലപ്പുറം തൃശൂർ ജില്ലകളിലേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാത കൂടിയാണ് ഇത്. തിരക്കേറിയ സംസ്ഥാന പാതയായിട്ടും വാടാനകുറിശിയിൽ ഗേറ്റ് അടവുള്ളപ്പോൾ ഏറെ നേരം കാത്തുനിൽക്കണം യാത്രക്കാർക്ക്. ദിവസവും ഷൊർണൂർ ഭാഗത്തേക്കും നിലമ്പൂർ ഭാഗത്തേക്കും 7 തവണ വീതം ട്രെയിനുകൾ കടന്നുപോകും. ഇതിനായി രാവിലെ 6-നും രാത്രി 10-നും ഇടയിൽ 14 തവണയാണ് റെയിൽവേ ഗേറ്റ് അടയ്ക്കുക. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.